അത് കോൺഗ്രസിന്റെ സർക്കാരിന്റെ ഇടയിലായിരിക്കും, എനിക്കറിയില്ല. എന്നെ മന്ത്രി വിളിച്ചു, ഞാനത് ബഹുമതിയെ കണ്ടു. ദേശീയ സേവനത്തിനാണ് അവർ ആവശ്യപ്പെട്ടത്. അത് ഞാൻ എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എന്റെ വാക്കും കൊടുത്തു. അതിലാണ് ഞാൻ നിൽക്കുന്നത്. അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്റെ പേര്. എന്നെ ഡൽഹിയിൽ ക്ഷണിച്ചിട്ടുണ്ട്. ചില സംസാരങ്ങളും ബ്രീഫിംഗൊക്കെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിന്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പിടുത്തമില്ല, എനിക്കറിയില്ല. അവർ സംസാരിച്ചോട്ടെ. സ്വാഭാവികമായിട്ടും അങ്ങയെ ക്ഷണിക്കുമ്പോൾ അങ്ങ് പാർട്ടിയോട് ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങും പാർട്ടിയും തമ്മിൽ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാൻ ആഗ്രഹമില്ല. സർക്കാർ എന്നെ വിളിച്ചതിന് പാർട്ടി നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ. ഞാൻ ഇത് പുതിയ വാർത്തയല്ല, ഇത് 1-2 ദിവസമായ സംസാരമാണ്. ഞാൻ എന്റെ ഭാഗമായിട്ട് എന്റെ പാർട്ടി അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ക്ഷണം വന്നിട്ടുണ്ട്. പക്ഷേ മന്ത്രിയുടെ ഒഫീഷ്യൽ എഴുത്ത് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഉടനെ സമ്മതിച്ചു. എന്റെ അഭിപ്രായത്തിൽ നോക്കൂ, നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വരെ പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എന്റെ വിശ്വാസം. നമ്മളെല്ലാവർക്കും അറിയാം, ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പം നമ്മൾ അനുഭവിച്ച 88 മണിക്കൂറിന്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്, നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത്, അറിയുന്നത്, ഇതിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം. അതിലാണ്, ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയാൻ എനിക്ക് രാഷ്ട്രീയം കാണുന്നില്ല. ഇത് എന്റെ രാജ്യം, നമ്മളെല്ലാവരും ഭാരതീയരാണ്. നമ്മുടെ ഭാരതത്തിന് ഒരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൌരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 4 പേരുകളുടെ കാര്യം ഇങ്ങനെ പുറത്തുവിടേണ്ടിയിരുന്നോ കോൺഗ്രസ്? കാരണം അങ്ങ് പാർട്ടി അവരോട് ചോദിക്കൂ, എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, അവരോട് ചോദിച്ചു. ശശി തരൂർ കോൺഗ്രസിന്റെ എംപിയാണ്, മനീഷ് തിവാരി കോൺഗ്രസിന്റെ എംപിയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പെട്ടെന്നൊരു 4 പേരുകൾ, ഇതല്ല ഞങ്ങൾ കൊടുത്ത പേരുകൾ എന്ന് പറയുന്നത് താങ്കൾ വരുന്നത് കൊണ്ടാണ്? ഇതൊക്കെ അവരോടൊന്നും ചോദിക്കേണ്ടി വരും, എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഞാൻ എല്ലാവരും ഒരു പേര് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വെളികൾ കിട്ടി, അത്രേ എനിക്കറിയൂ. പാർട്ടി യോജിക്കുന്നുണ്ടോ? അതും പാർട്ടിയോട് ചോദിക്കും. കോൺഗ്രസ് എംപിയായ അങ്ങേ സർക്കാർ ഉപയോഗപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് എന്തിനാണ് ഈ അസഹിഷ്ണുത കാട്ടുന്നത്? അങ്ങ് ഈ ലിസ്റ്റിൽ പെടില്ല എന്നൊക്കെ അതും എന്നോടാണ് ചോദിക്കേണ്ടത്. നോക്കൂ, കോൺഗ്രസിന് എന്റെ കഴിവോ കഴിവില്ലായ്മയെ കുറിച്ച് അവര് വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്നുണ്ടാവാം. അത് അവരോട് ചോദിച്ചാൽ മതി. എനിക്ക് അവർക്ക് അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ ഇത് സർക്കാരിന്റെ ഒരു ഡെലിഗേഷനാണ്, സർക്കാരാണ് തെരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത്. അപ്പൊ സർക്കാരിന്റെ അഭിപ്രായം ഒരു പക്ഷെ വേറെ ആയിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ഞാൻ അതിനാട്ടെ എന്താ പറയുന്നത്? നിങ്ങൾക്കാണ്, നിങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആർക്കും എന്നെ അത്ര എളുപ്പത്തിൽ അപമാനിക്കാൻ സാധിക്കില്ല കേട്ടോ. നമുക്ക് നമ്മുടെ സ്വന്തം വിലയുണ്ട്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ചിന്തയുണ്ട്. സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ യെസ് എന്ന് പറയാനേ ആവശ്യമുണ്ടാകുന്നുള്ളൂ. അത് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി മന്ത്രിക്ക് മറുപടി കൊടുത്തതിന് ഇന്ന് രാവിലെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടത്, ഇറ്റ് ഈസ് എൻ ഓണർ ആൻഡ് ദ നേഷൻ റിക്വയർസ് മൈ സർവീസസ്, ഐ ആം അവൈലബിൾ. അതാണ് എന്റെ സന്ദേശം. ദേശ സേവനം നമ്മൾ ഒരു പൌരന്മാരുടെ ഒരു കടമയാണെന്നാണ് എന്റെ വിശ്വാസം. അഥവാ രാജ്യത്തിന്റെ ആവശ്യത്തിൽ സർക്കാർ എന്റെ സേവനം ആവശ്യപ്പെടുന്നത്, അത് പ്രത്യേകിച്ച് മന്ത്രി പറഞ്ഞത്, നിങ്ങളുടെ അനുഭവവും നിങ്ങളുടെ കഴിവുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ കുറെ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ സമയത്ത് രാജ്യമാണ്, സർക്കാരാണ് നിങ്ങളുടെ ഈ സേവനം ആവശ്യപ്പെടുന്നത്. ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള കാര്യം എപ്പോൾ വേണ്ടിയിട്ടും എന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്, അതിലൊരു പ്രശ്നമില്ല. നോക്കൂ, ഞാൻ അനാവശ്യമായിട്ട് വേറെ ചർച്ചയിലൊക്കെ കിടക്കുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം ഇത് പുതിയതല്ല. എന്റെ അറിവിൽ ഞാൻ ആ സമയത്തൊക്കെ ഇന്ത്യയിലേ ഉണ്ടായിരുന്നില്ല, രാഷ്ട്രത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2008 നമ്മളുടെ മുംബൈ ആക്രമണം സംഭവിച്ചപ്പോഴും എന്റെ ഓർമ്മയിൽ മൻമോഹൻ സിംഗ് സർക്കാരും പിന്നെ എംപിമാരും ഡെലിഗേഷൻസ് പല രാജ്യങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലതാണ്. നമ്മളുടെ രാജ്യത്തിൽ ഒരു ആക്രമണമൊക്കെ സംഭവിച്ച സമയത്തിൽ
നമ്മളുടെ ഐക്യം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതും ഒറ്റ വാക്കിൽ ഒറ്റ സ്വരത്തിൽ സംസാരിക്കുന്നതും ഇത് ഭാരതത്തിന് നല്ലതാണെന്നാണ് എന്റെ വിശ്വാസം. അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഭാവിയിലും ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ആദ്യം വിളിച്ചത് 2 ദിവസം മുമ്പായിരുന്നു. പിന്നെ ഇന്നലെയാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞത്. ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാർട്ടി നേതാക്കളോട് സംസാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു നിങ്ങൾ മാത്രമല്ല വിളിക്കുന്നത്, പല പാർട്ടികളുടെ പ്രതിപക്ഷ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കാര്യം തന്നെയാണ്, എനിക്ക് ഈ കാര്യം ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. പിന്നെ പാർട്ടി നേതൃത്വത്തിനെ അറിയിക്കുമല്ലോ, എല്ലാ നേതാക്കളെയും വിളിക്കേണ്ടതെന്നും പറഞ്ഞു. അത്ര എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇടയിലുള്ള സംസാരത്തിൽ ഞാൻ എനിക്ക് എന്താ ഇടപെടാനുള്ളത്? അത് അവരോട് ചോദിക്കുന്നു. എനിക്കതിനെ വേറെ കുറച്ച് വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങ് ബന്ധപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിവാദത്തിന് മറുഭാഗത്ത് കോൺഗ്രസ് ഇത് കഴിഞ്ഞ തവണ ഞങ്ങൾ ചോദിച്ചതല്ലേ, ആരാ വിവാദം ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ വിവാദം ഇത്തരം രാജ്യ താല്പര്യത്തെ ബാധിക്കുന്ന വിഷയത്തിൽ ഞാൻ വിവാദത്തിലേക്ക് കൊണ്ടിടാൻ എന്തിനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായത്? ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു, ഇതെല്ലാവരും അറിയുന്നത്. എന്റെ സുഹൃത്തെ, നിങ്ങളൊന്ന് എന്നോട് ചോദിച്ചില്ല വല്ല കാര്യമുണ്ടോ? അല്ല, ഇത് അഥവാ ഒരു ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഞാനൊരു കോള് സ്വീകരിക്കുന്നു, ഞാൻ അതിന് യെസ് പറയുന്നു, ഞാൻ എന്റെ പാട് നോക്കുന്നു. ഞാൻ വല്ല വിവാദത്തിന് വേണ്ടി നിങ്ങളുടെ ഇടയിൽ ഇറക്കിയിട്ടുണ്ടോ? ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കിന്നെ ഒരു അതിശയം തോന്നുന്നു. സർക്കാർ എന്നെ ആവശ്യപ്പെട്ടു. ഞാനൊരു പാർലമെന്ററി കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷനും കൂടിയാണ്. അതിൽ എന്നെ അപ്പോയിന്റ് ചെയ്തത് പാർലമെന്റിന്റെ സ്പീക്കറും കൂടിയാണ്. ആ സ്ഥാനവും അവര് എന്നോട് പറഞ്ഞു, ആ സ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്റെ ഒരു കടമയെ എടുക്കുന്ന പ്രശ്നമില്ല, ഞാൻ വരാണ്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ അവർ ചോദിച്ചു, ഞാൻ സമ്മതിച്ചു. ഇനിയും കാലത്ത് എനിക്ക് എന്റെ ഭാഗത്തിന് വേറെ ഒന്നും പറയാനില്ല. ഇനി വേറെ വല്ലവർക്കും പറയാനുണ്ടെങ്കിൽ ഞാൻ അത് വിട്ടുകൊടുക്കുന്നു. താങ്ക്സ്. ഇതിൽ രാഷ്ട്രീയത്തിൽ എന്താണ് ഒരു സ്പെസിഫിക് വിഷയമാണ് വന്നിരിക്കുന്നത്. ആ വിഷയത്തിന് അതീതമായിട്ട് ഒരു സംസാരവും നടന്നിട്ടില്ല. വേറെ ഏത് പാർട്ടിയുടെ ഒപ്പവും വേറെ ഏത് വ്യക്തിയുടെ ഒപ്പവും. എന്നെ വിളിച്ചത് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററായ ശ്രീ കിരൺ റിജിജുവാണ്. വേറെ ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിട്ടില്ല. ആ പാർട്ടിയിൽ നിന്ന് സർക്കാരിന് എവിടുന്നു. ഇതൊരു പാർലമെന്ററി വിഷയമായിട്ട് എംപിമാരുടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് മാത്രമാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. വേറെ ഒരു ചോദ്യവും ചോദിക്കാൻ ഒരു ആവശ്യമില്ല. ഇതിൽ അങ്ങനെ വിഷയങ്ങൾ വന്നിട്ടില്ല. കോൺഗ്രസ് പട്ടികയിലുള്ള മറ്റുള്ളവർ വാക്കനുകൂലികളാണെന്ന് ചില ബിജെപി നേതാക്കൾ പറഞ്ഞു. അത് ശരിയാണ്? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നു? എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. പ്രതികരണം ഈ ബിജെപിക്ക് ഒരു വാക്കമുണ്ട്, കഴിവുള്ളവരുടെ ഒരു വാക്കമുണ്ട്, കഴിവില്ലാത്തവരുടെ. അതുകൊണ്ടാണ് അങ്ങേപ്പോലുള്ള ആളുകളെ നോക്കൂ, ഞാൻ എല്ലാ വ്യക്തിയുടെയും കോമന്റിനെ കുറിച്ച് എനിക്കും കോമന്റ് തരാൻ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോളൂ. പക്ഷേ മറ്റേവരുടെ കോമന്റ്സ് അവരോട് ചോദിക്കും കേട്ടോ. താങ്ക്സ് വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.